Hi, welcome to the next lecture of our numerical analysis. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ divided difference and their properties ആണ് പഠിച്ചത്. ഇതിൽ divided difference definition, divided difference of first order is given by divided difference x0 x1 equal to y1 minus y0 divided by x1 minus x0. Divided difference, the second order difference is x0 x1 x2 equal to divided difference x1 x2 minus divided difference x0 x1 divided by x2 minus x0. So divided difference of nth order is defined as divided difference x0 x1 etc xn equal to എന്ത് വരും x1 ഇത് minus x1 divided difference x1 x2 etc xn minus divided difference x0 x1 x2 etc up to xn minus 1. Okay, divided by last one minus first one. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി നെക്സ്റ്റ് we are going to define Newton's general interpolation formula. Newton's general interpolation formula. ഇതിൽ divided difference x0 is equal to y minus y0 by x minus x0. Okay, ഇതിൻ്റെ ഡെറിവേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് അതിൻ്റെ ഡെറിവേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അഥവാ എക്സാമിന് ചോദിക്കുവാണെന്ന് നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഹിൻഡ് മാത്രം നോക്കിയാൽ മതി. x0 എടുത്തു, അതിൻ്റെ ഡെഫിനിഷൻ എഴുതി, അതിനെ y മൈനസ് y0 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതി. സോ y ഈക്വൽ ടു എന്ത് വന്നു y0 പ്ലസ് എക്സ് മൈനസ് x0 ഇൻറ്റു ഡിവൈഡഡ് ഡിഫറൻസ് x0 ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്തു? ഡിവൈഡഡ് ഡിഫറൻസ് x0 x1 എടുത്തു. ഫസ്റ്റത്തേൽ x0 ഉള്ളൂ, അടുത്തതിൽ x0 x1 എടുത്തു. അപ്പോൾ എന്ത് വന്നു? ഡിവൈഡഡ് ഡിഫറൻസ് x0 x1 മൈനസ് ഡിവൈഡഡ് ഡിഫറൻസ് x0 ആണ്, ഡിവൈഡഡ് ബൈ x1 മൈനസ് x ആണ്. അത് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക, x1 മൈനസ് എക്സ് അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമ്മൾക്ക്? സോ ദിസ് ഇസ് ഈക്വൽ ടു divided difference x0 minus divided difference x0 x1 divided by x minus x1 വന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തന്നെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിടുക. ഡിവൈഡഡ് ഡിഫറൻസ് x0 ഇവിടുന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഡിവൈഡഡ് ഡിഫറൻസ് x0 x1 പ്ലസ് x മൈനസ് x1 ഇൻറ്റു ഡിവൈഡഡ് ഡിഫറൻസ് x0 x1 വന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇൻ ജനറൽ y0 y0 പ്ലസ് സെക്കൻഡ് ടൈമിൽ വരുവാണെങ്കിൽ y0 പ്ലസ് x മൈനസ് x0 ഇൻറ്റു ഡിവൈഡഡ് ഡിഫറൻസ് x0 x1 പ്ലസ് x minus x0 into x minus x1 into divided difference x0 x1. Okay. So തേർഡിലാണെങ്കിൽ അതൊരു മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത ടേമിലാണെങ്കിൽ ഇത് വരുന്നത് ഡിവൈഡഡ് ഡിഫറൻസ് x0 x1 x2 വാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ന്യൂട്ടൺസ് ജനറൽ ഇന്റർപോളേഷൻ ഫോർമുല വിത്ത് ഡിവൈഡഡ് ഡിഫറൻസ് ഈസ് ഗിവൺ ബൈ y equal to y0 plus x minus x0 into divided difference x0 x1 plus അടുത്ത ടേമിൽ എന്ത് വരും? x minus x0 into x minus x1 into divided difference x0 x1 x2 plus etc plus last ടേമിൽ എന്ത് വരും? x minus x0 into x minus x1 into etc x minus xn into divided difference x0 x1 etc xn വരെ വരും. ലാസ്റ്റ് ടേം ഇതാണ് വരിക. ഇവിടെ ഒരു ഡിവൈഡഡ് ഡിഫറൻസ് x0 x1 etc xn കൂടി വരും. ഇതാണ് ഇതിൻ്റെ പോളിനോമിൻ്റെ പ്രത്യേകത വരിക. ഓക്കെ, ഇതാണ് ന്യൂട്ടൺസ് ജനറൽ ഇന്റർപോളേഷൻ ഫോർമുല വിത്ത് ഡിവൈഡഡ് ഡിഫറൻസ്. റൈറ്റ്. അപ്പോൾ അഥവാ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് വരെ ചെയ്യുക, എന്നിട്ട് ബാക്കി ജനറലി എന്ന് പറഞ്ഞാൽ മതി. പ്രൊസീഡ് ചെയ്തിട്ട് ഇതേപോലെയാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ പ്രിപ്പയർ നെക്സ്റ്റ് പ്രോബ്ലം. പ്രിപ്പയർ ഡിവൈഡഡ് ഡിഫറൻസ് ടേബിൾ ഫോർ ദ ഡാറ്റ. ഓക്കെ,
ഫസ്റ്റ് ഒരു ക്ലാസ് എടുത്തു, അതൊന്ന് ഡിലീറ്റ് ആയി പോയി, അതുകൊണ്ടാണ് ഈ വാല്യൂ ഇവിടെ കാണുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാം. So, prepare divided difference table for the data x f of x 1 0 3 18 4 58 6 180 10 9 20 വരും. അപ്പോൾ ഇത് കറക്റ്റ് അതേപോലെ മാറ്റി എഴുതുക. എക്സ് നോട്ട് എക്സ് 1 എക്സ് 2 എക്സ് 3 എക്സ് 4. ഇനി ഇവിടെ എന്ത് വരും? ദിസ് ഇസ് വൈ നോട്ട് വൈ 1 y2 y3 and y4. അപ്പോൾ ഫസ്റ്റത്തേത് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 മൈനസ് y0 ബൈ x1 മൈനസ് x0 ആണ്. അപ്പോൾ എന്താ വരിക? 18 മൈനസ് 0 ബൈ 3 മൈനസ് 1. അപ്പോൾ എന്ത് വരും? 18 ബൈ 2. എത്ര കിട്ടും? 9 വരും. ഓക്കെ, അപ്പോൾ അത് അവിടെ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു 9 ആണ് കിട്ടുക. ദാറ്റ്സ് ഈക്വൽ ടു 9. ഓക്കെ, ദിസ് ഇസ് 9. അതേപോലെ ഇനി ഈ ഇവിടെയുള്ള ഡിവൈഡ് ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ആണ്. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും. അപ്പോൾ 58 മൈനസ് ദാറ്റ്സ് ഈക്വൽ ടു 58 മൈനസ് 18 ഡിവൈഡ് ബൈ 4 മൈനസ് 3. 58 മൈനസ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. 40 ബൈ 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു 40 കിട്ടും. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് 40 ആണ്. നെക്സ്റ്റ് വൺ y3 മൈനസ് y2 ഡിവൈഡഡ് ബൈ x3 മൈനസ് x2 വരും. സോ ദിസ് ഇസ് 180 മൈനസ് 58 ഡിവൈഡഡ് ബൈ 6 മൈനസ് 4 വിച്ച് ഇംപ്ലൈസ് എന്ത് വരും? ഇത് 58 ആണെങ്കിൽ ദിസ് ഇസ് 122 അല്ലേ? 122 divided by 2 വരും. That's equal to 61. So this is actually 61 കിട്ടി. ഇനി അടുത്തത് എന്താ? 920 minus 180 divided by 10 minus 6. അപ്പോൾ എത്ര കിട്ടും അത്? അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് 185 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസ് ആണ്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഡിഫറൻസ് എടുക്കുക. സെക്കൻഡ് ഓർഡർ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മൈനസ് 9 ഡിവൈഡഡ് ബൈ, അതായത് ഈ രണ്ട് ഡിവൈഡഡ് ഡിഫറൻസ് മൈനസ് എന്തായിരുന്നു? നമ്മുടെ x2 മൈനസ് x0 ആണ് ആക്ച്വലി സെക്കൻഡ് ഓർഡർ ഡിവൈഡഡ് ഡിഫറൻസ് വരുന്നത്. x2 മൈനസ് x0 ഓർക്കാനുള്ള എളുപ്പ വഴി, ഫോർമുല നോക്കണമെന്നില്ല, എളുപ്പ വഴി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 40യുടെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ് ആണെന്ന് നോക്കുക. ഏതാ? y2ഉം y1ഉം ആണ്. അപ്പോൾ y2 ആണല്ലോ അതിൽ ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ y2ന് കറസ്പോണ്ടിങ് ആയിട്ട് x2 എടുക്കുക. ഇനി 9ഉമായിട്ട് റിലേറ്റ് ചെയ്തത് ഏതൊക്കെയാ? y1ഉം y0 ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഏതാ? y0 ആണ്. അപ്പോൾ y0ന് കറസ്പോണ്ടിങ് പോയിന്റ് x0 ആണ്. അപ്പോൾ 4 മൈനസ് 1 ആണ് എടുക്കേണ്ടത്. അപ്പോൾ എത്ര വന്നു? 31/3 വന്നു. അപ്പോൾ എത്ര ആൻസർ വരിക? ദാറ്റ് ഇസ് 10.33 വരും. 10.33. 10.33. ഇനി 61 മൈനസ് 40 ഡിവൈഡ് ബൈ 61 മൈനസ് 40 ഡിവൈഡ് ബൈ, ഞാൻ ഈ 61 ഏതുമായിട്ട് റിലേറ്റഡ്? y3ഉം y2ഉം. അപ്പോൾ y3ക്ക് കറസ്പോണ്ടിങ് x3 ആണ്. പിന്നെ 40, 61 മൈനസ് 40 അല്ലേ? അപ്പോൾ 40 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് y2 y1. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ഏതാ? y1. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് 3 ആണ്. അപ്പോൾ 6 മൈനസ് 3 വരും. അപ്പോൾ 21/3 വന്നു. ദാറ്റ്സ് ഈക്വൽ ടു എന്താ കിട്ടുക? ദാറ്റ് ഇസ് 7 ആണ് കിട്ടുക. ഓക്കെ, ദാറ്റ് ഇസ് 7. ഇനി നെക്സ്റ്റ് അതേപോലെ ചെയ്യുവാണെങ്കിൽ ആൻസർ ഇസ് 20.66. ഇനി അടുത്ത വാല്യൂ എന്ത് വരും? 7 മൈനസ് 10.33 ഡിവൈഡ് ബൈ, ഈ 7 റിലേറ്റ് ചെയ്തിരിക്കുന്ന 61ഉം 40 ആണ്. ഇനി 10 റിലേറ്റ് ചെയ്തിരിക്കുന്നത് 10.33 റിലേറ്റ് ചെയ്ത് 40യും 9ഉം ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക?
ഇത് 61 റിലേറ്റ് ചെയ്തിട്ടുള്ളത് y3-ഉം y2 ആണ്. ഇവിടെ 9 റിലേറ്റ് ചെയ്തിരിക്കുന്നത് y0-ഉം y1-ഉം ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് വരും? y3-യും y0-ഉം ആണ് ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പോയിന്റും എൻഡ് പോയിന്റും വരും. അപ്പോൾ എന്ത് വരും? 6-ഉം വരും 1-ഉം വരും. ഓക്കെ, അപ്പോൾ 6 minus 1, right? That's equal to actually answer വരിക minus 0.666 വരും. ഇനി ഇതിൻ്റെ ഡിവിഷൻ എടുക്കുക. 20.66 minus 7 divided by 20 ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് പോയിന്റ് 185 ആണ്. 185 റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് 5 പോയിന്റ്സ് ആണ്. അപ്പോൾ അതിൽ ലാസ്റ്റ് പോയിന്റ് y4 ആണ്. അതിൽ കറസ്പോണ്ടിങ് x4 10 ആണ്. ഇനി 7 റിലേറ്റ് ചെയ്തിരിക്കുന്നത് 61-ഉം 40 ആണ്. 40 റിലേറ്റ് ചെയ്തിരിക്കുന്നത് y2-ഉം y1-ഉം ആണ്. അപ്പോൾ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 10 minus 3 ആയിരിക്കും ഇവിടെ വരെ. 6 minus 1-ഉം 10 minus 3 ആയിരിക്കും. ആദ്യത്തെ പോയിന്റിലാണെങ്കിൽ ഒന്ന് ഡയറക്റ്റ് ഡിഫറൻസ് എടുക്കുക. രണ്ടാമത്തേലാണെങ്കിൽ ഒന്ന് ഇടവിട്ടിട്ട് ഡിഫറൻസ് എടുക്കുക. പിന്നത്തേൽ 2 പോയിന്റ്സ് ഇടവിട്ടിട്ട് ഉള്ള ഡിഫറൻസ് എടുക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, സെക്കൻഡ് ഓർഡറിലാണെങ്കിൽ ഒരു പോയിന്റ് ഇടവിട്ടിട്ട് ഡിഫറൻസ് എടുക്കുക. ഇവിടെ 10 minus 3 ആണ് വരിക. അപ്പോൾ 7 ആണ്. ഓക്കെ, അപ്പോൾ വാല്യൂ എത്രയാണെന്ന് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് ഗിവൻ ബൈ 1.95 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ഇവാലുവേറ്റ് ചെയ്യാണ്. യൂസ് ദ ടേബിൾ to find the polynomial. Values are x, f of x. അതിൽ -1 3 വന്നു. പിന്നെയോ 0 -6 വന്നു. പിന്നെ 3 39 വന്നു. പിന്നെ 6 8 2 2 വന്നു. പിന്നെ 7 1 6 1 1 വന്നു. ഓക്കെ, പിന്നെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾക്ക് യൂസ് എ ടേബിൾ ടു ഫൈൻഡ് ദ പോളിനോമിയൽ ആണ്. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.